അതായത് മകരവിളക്കിന് ഒരുങ്ങി നിൽക്കുകയാണ് സന്നിധാനം. പമ്പയിലും സന്നിധാനത്തും സുരക്ഷ വളരെ ശക്തമാക്കുന്നു. പോലീസിന്റെ ക്രമീകരണങ്ങളൊക്കെ കൂടുതൽ ഗൗരവതരമായ തോതിലേക്ക് മാറ്റുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സന്നിധാനത്തെത്തുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യും. നിലയ്ക്കലിൽ പ്രത്യേക യോഗമുണ്ട്. പമ്പയിലും സന്നിധാനത്തുമൊക്കെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. ആ രീതിയിൽ മകരവിളക്കിന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാം പ്രസാദാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ശ്യാം, ആദ്യം സന്നിധാനത്ത് തിരക്ക് എങ്ങനെയുണ്ട്? മനു, കഴിഞ്ഞ 2 ദിവസങ്ങളായി നിലവിൽ ശബരിമലയിലെ മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് വളരെയധികം ക്രമാതീതമായ കുറവ് തന്നെയാണുള്ളത്. എന്തായാലും നിലവിൽ ഈ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് നിർത്തിവെച്ചിരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള 2 നാൾ മകരവിളക്കിന് 2 നാൾ ശേഷിക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്ന തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിൽ പോലും കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുകയാണെങ്കിൽ അതിനുള്ള ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഒരുക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് രാവിലെ നേരം പുലരുമ്പോഴേക്കുള്ള കാഴ്ച 18-ാം പടിയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ഈ തെരുമുറ്റം അടക്കം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. അതിനാൽ തന്നെ കൂടുതൽ പേർ ഈ ഒരു നിയന്ത്രണത്തിനിടയിലും ഇങ്ങോട്ടേക്ക് വളരെ സാവകാശം എത്തിയാൽ പോലും ദർശന സൗകര്യം സാധ്യമാകുന്ന തരത്തിലാണ് പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും എല്ലാം തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. 2500 പോലീസുകാരെയാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ ഇതിൽ ഫേസിൽ നിയോഗിച്ചതെങ്കിലും 250 പോലീസുകാരെ കൂടി 14, 15 തീയതികളിൽ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ 2750-ലധികം പോലീസുകാരെയാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമായി നിശ്ചയിക്കാനായിട്ട് ആ സംവിധാനങ്ങൾക്ക് മാത്രമായി നിയോഗിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ സന്നിധാനത്തും പാണ്ടിത്താവളത്തിലും അപ്പാച്ചിമേട്, ശരംകുത്തി തുടങ്ങിയ പ്രധാനപ്പെട്ട മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന 10 ഇടങ്ങളിൽ പോലീസ് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ദർശനത്തിന് ശേഷം മകരവിളക്ക് ദർശനത്തിന് ശേഷം മടങ്ങിപ്പോകാനായിട്ട് തീർത്ഥാടകർ അത്രയ്ക്ക് കൂടുതൽ തിരക്കിട്ട് താഴത്തേക്ക് പമ്പയിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകും. കൂടുതൽ പേർ മടങ്ങുന്നൊരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ഇതിന് കൂടുതൽ മറ്റു വഴികൾ തേടിയിട്ടുള്ള ബദൽ മാർഗങ്ങളിലേക്കും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യോഗം ചേർന്ന് ഈ സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തു. സന്നിധാന സ്പെഷ്യൽ ഓഫീസർ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധനകളും അവലോകന യോഗങ്ങളും നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട സംഭവം, സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സന്നിധാനത്തെത്തും. ആദ്യം നിലയ്ക്കലിലായിരിക്കും DGP എത്തുക. അതിനുശേഷം പമ്പയിൽ അവലോകന യോഗം ചേരും. അവലോകന യോഗത്തിന് ശേഷം ഉച്ചയോടുകൂടിയായിരിക്കും സന്നിധാനത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തുക. ഇവിടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിവിധ വകുപ്പുകളുമായി ചേർന്ന് സ്ഥിതിഗതികളും നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ആലോചിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുറമെ കേന്ദ്ര ഏജൻസി സേനയും ഇവിടെ വിവിധ വിഭാഗങ്ങളിലെ നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും വിലയിരുത്തിക്കൊണ്ട് ഇന്നും നാളെയുമായിട്ടുണ്ടാകുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ക്ഷേത്ര ചടങ്ങുകളിലേക്ക് കൂടി വരികയാണെങ്കിൽ രാവിലെയോടുകൂടി തന്നെ പ്രത്യേക ചടങ്ങുകൾക്ക് തുടക്കമാക്കുകയും ചെയ്യും. പ്രാസാദ ശുദ്ധിക്രിയകൾ നാളെ വൈകിട്ടോടുകൂടി നടക്കും. അതിനുശേഷം 15-ന് രാവിലെ ബിംബശുദ്ധിക്രിയ നടക്കും. 14-ന് അതായത് നാളെ പമ്പ വിളക്കും പമ്പ സദ്യയും അരങ്ങേറുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും 15-ന് രാവിലെ 11:30 വരെ മാത്രമേ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും പ്രവേശനമുള്ളൂ. അതിനുശേഷം ഇതിൽ നിയന്ത്രണം ഉണ്ടാകുകയും ചെയ്യുകയും ചെയ്യും. ഇതിന് പിന്നീട് വൈകിട്ട് 6:30-ന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം എത്തി അത് നിലവിൽ മകരവിളക്ക് ദർശനത്തിനും സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ 18-ാം പടി ചവിട്ടാൻ അനുവദിക്കുകയുള്ളൂ. ഇത്തരത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാവിലത്തെ ഈ ദർശനത്തിന് വന്നിരിക്കുന്ന തീർത്ഥാടകരുടെ ഒരു തിരക്കാണ്. ഈ ഫ്ലൈ ഓവറുകളിൽ മാത്രമാണ് നിലവിൽ തീർത്ഥാടകരുള്ളത്. തിരുമുറ്റത്തും 18-ാം പടിയിലും അടക്കം തീർത്ഥാടകരുടെ വലിയൊരു നേരിയ കുറവ് തന്നെയുണ്ട്. അത് ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗിലെല്ലാം തന്നെ പരിമിതമായ ഒരു നിയന്ത്രണമാണ് ഇത്തരത്തിൽ. ഈ സ്പോട്ട് ബുക്കിങ്ങിനും വെർച്വൽ ക്യൂവിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മകരവിളക്കാവുമ്പോൾ നമുക്കറിയാം, ഈ നേരത്തെ എത്തുന്ന അയ്യപ്പന്മാർ സന്നിധാനത്ത് പലയിടങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് മകരവിളക്ക് ദർശിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇറങ്ങുക. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും ഒക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായും മനു, ഇത്തരത്തിൽ കൂടുതൽ അതായത് മകരവിളക്ക് ദർശനത്തിന് ശേഷം കൂടുതൽ പേർ പമ്പയിലേക്ക് ആ സമയം തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ സന്നിധാനത്ത് നിന്ന് കൂടുതൽ സ്ഥലങ്ങൾ, അതായത് കൂടുതൽ വഴികൾ പമ്പയിലേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ബദൽ മാർഗ്ഗങ്ങളെല്ലാം തന്നെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിൽ ഇതായിരുന്നു പ്രധാനമായും പോലീസ് സുരക്ഷയുടെ ഭാഗമായിട്ട് പ്രധാനമായും ആലോചിച്ചിരുന്നത്. നിലവിൽ ഈ സന്നിധാനത്തിന് താഴെയുള്ള കുപ്രാക്കളം, അതോടൊപ്പം തന്നെ പമ്പ യിലേക്ക് പോകുന്ന പല ഭാഗങ്ങളും, അതായത് 5ലധികം വഴികൾ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്കുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ തീർത്ഥാടകർ മകരവിളക്ക് ദർശനത്തിന് ശേഷം പോകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കൂടുതൽ ആ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ബദൽ മാർഗ്ഗങ്ങൾ തേടുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. മനു, ശരി ശ്യാം, ഏതായാലും സന്നിധാനത്ത് കാര്യങ്ങൾ സുഖകരമാണ്, തിരക്ക് കുറവുണ്ട്. അയ്യപ്പന്മാർ സുഖമായി ദർശനം നടത്തി തിരികെ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് അയ്യപ്പന്മാർക്ക് മകരവിളക്ക് കാണാനുള്ള സൗകര്യങ്ങളും ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ശ്യാമപ്രസാദ് നൽകിയത്.